ഞാൻ വീഡിയോ ഓണാക്കി അത് പോസ് ചെയ്തേക്കിട്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? പാരബോളിക് ഇക്വേഷൻസ് ആണ് പഠിച്ചത്. ഏതൊക്കെ ഇക്വേഷൻസ്? എത്ര ഇക്വേഷൻസ് ഉണ്ട് പാരബോളിക്? 4 ഇക്വേഷൻസ് ഉണ്ട് അല്ലേ? 4 സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് അല്ലേ? 4 സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ആണ്. ഏതൊക്കെയാണ്? ഫസ്റ്റ് ഇക്വേഷൻ ഏതാ? y square is equal to 4ax. ആ കേസിൽ ഏതാണ് ആക്സിസ് ഓഫ് സിമെട്രി? x ആക്സിസ്. രണ്ടാമത്തത് നെഗറ്റീവ് x ആക്സിസ് ആണ്. അത് ഇക്വേഷൻ എന്താ? y square is equal to -4ax. മൂന്നാമത്തെ ഇക്വേഷൻ ഏതാ? x square is equal to 4ay. അടുത്തത് x square is equal to -4ay. ഈ 4 ഇക്വേഷൻസ് ആണ് പഠിച്ചത് അല്ലേ? അതിന്റെ പ്രോബ്ലംസ് ചെയ്തോ? ഹോംവർക്ക് ചെയ്തോ? എല്ലാവരും ഹോംവർക്ക് ചെയ്തോ? ചെയ്തോ? ഹോംവർക്ക് ചെയ്തോ? ഏതൊക്കെയായിരുന്നു ഹോംവർക്ക്? ക്വസ്റ്റ്യൻ നമ്പർ 5 5, 6, 10. ക്വസ്റ്റ്യൻ നമ്പർ 5ന്റെ ആൻസർ എത്ര കിട്ടിയേ? 5 ചെയ്തു, 6 ചെയ്തു, 10 ചെയ്തു. 5ന്റെ ആൻസേഴ്സ് പറഞ്ഞേ. 5/20. പിന്നെ ആക്സിസ് ഓഫ് സംസാരിക്കല്ലേ? x is equal to -5/2. Length of lattice ഞാൻ കുറച്ച് കാശ് കിട്ടാൻ വന്നേനെ. ഞാൻ കുറച്ച് കാശ് കിട്ടാൻ വന്നേനെ. ലേറ്റ് ആയി പോയതല്ല, സംസാരിച്ചു. ബുക്ക് ഉണ്ടോന്ന് ചോദിച്ചാൽ ബുക്ക് എടുത്തിട്ടില്ല. അല്ല, അത് എടുക്കാൻ വിട്ടു. ഇന്ന് എക്സ്ട്രാ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അപ്പൊ ഞാൻ വീട്ടിൽ പോയിട്ട് സാധാരണ ബുക്ക് എടുത്തോണ്ട് വരാമല്ലോ. മന്തി കഴിക്കുമ്പോ സമയം കിട്ടിയല്ലോ, ബുക്ക് എടുക്കുമ്പോ സമയം കിട്ടിയില്ലോ. അതായിരുന്നു എക്സ്ട്രാ ക്ലാസ്. അല്ല, എക്സ്ട്രാ ക്ലാസ് കഴിഞ്ഞിട്ടാണ് ചോദിച്ചത്. 6 ആൻസർ പറഞ്ഞേ. 0, -9/4. y axis directions. y is equal to 9/4. y is equal to പറയണം കേട്ടോ. y is equal to 9/4. Length of the lattice is 9. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏതാ തരുന്നോ? എത്ര ആൻസർ ഇല്ല? y square is equal to -8x. എല്ലാവർക്കും കിട്ടിയോ ആൻസർ? നെക്സ്റ്റ് സെലിക്സ്, റൈറ്റ് ഹെഡ്. അപ്പൊ നമ്മള് സർക്കിൾ ചെയ്തു, പാരബോള കഴിഞ്ഞു, ഹെലിക്സ്. നെക്സ്റ്റ് സെലിക്സ്. Write the heading ellipse. An ellipse is നിങ്ങളുടെ കയ്യിൽ കഴിഞ്ഞ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അലറിങ് ഉണ്ടോ? ആദ്യം ഏതെങ്കിലും എക്സാമിന്റെ എന്റെയൊക്കെ അപ്പൊ തന്നെ കാണാണ്ടായി പോയി. ആൻസർ ഷീറ്റ് കണ്ടോ? അതാണ് അത് ശരിയല്ല. നിനക്ക് ഇങ്ങനത്തെ പേപ്പറൊക്കെ ഉണ്ടല്ലോ. പിന്നെ എനിക്ക് 41. An ellipse is a set of all points. An ellipse is a set of all points. ഞാനിത് ഇനി റിപ്പീറ്റ് ചെയ്യില്ല കേട്ടോ. പറയുന്ന സമയത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ റിപ്പീറ്റ് ചെയ്യില്ല. An ellipse is a set of all points in a plane. In a
plane, comma, the sum of whose distances from two fixed points in the plane is a constant. In the plane is a constant. ഞാനൊരു പഴംപൊരി എന്താണ് ellipse എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞേ അനാലിസിസ് ഇസ് ദ ഫോൾ പോയിന്റ്സ് എവിടുന്നുള്ള ഡിസ്റ്റൻസ് ഫ്രം ടു ഫിക്സ്ഡ് പോയിന്റ്സ് ഇസ് എ കോൺസ്റ്റന്റ്. അതായത് എലിപ്സ് എന്ന് പറഞ്ഞാൽ എന്താ കളക്ഷൻ ഓഫ് പോയിന്റ്സ് ആണല്ലേ, കുറെ പോയിന്റ്സുകൾ ചേർത്തിട്ടാണ് ഈ എലിപ്സ് ഉണ്ടായിരിക്കണം. എന്താ ഈ പോയിന്റ്സിന്റെ പ്രത്യേകത? സം ഓഫ് ഡിസ്റ്റൻസസ് ഫ്രം ടു ഫിക്സ്ഡ് പോയിന്റ്സ്, രണ്ട് ഫിക്സ്ഡ് പോയിന്റ്സ് നിന്നുള്ള ഡിസ്റ്റൻസുകളുടെ സം എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുക്കുകയാണ് P1. അപ്പൊ ഈ P1 ൽ നിന്നും F1ലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കാണ്, F2ലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കാണ്. ഓക്കെ, സോ P1 F1 പ്ലസ് P1 F2 എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഞാൻ വേറൊരു പോയിന്റ് എടുക്കാണ് P2 ആരും സംസാരിക്കണം, ഞാൻ പറഞ്ഞിട്ടോ സംസാരിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് ആണ് P2. ഈ P2 ൽ നിന്നും ഡിസ്റ്റൻസ് എടുക്കാണ്. ദിസ് വിൽ ബി ഈക്വൽ എന്താ? P2 F1 പ്ലസ് P2 F2 ഈക്വൽ ആയിരിക്കും. മനസ്സിലായോ? ഒരു പോയിന്റ് എടുക്കാണ്, ഒരു പോയിന്റ് P1 എടുത്തു. ഈ P1 ൽ നിന്നും F1ലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക, F2ലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക. എലിപ്സിലൊരു പോയിന്റ് എടുക്കാണ് P1, അതേപോലെ തന്നെ റാൻഡം പോയിന്റ് ആണ് P2. ഈ P1 F1 പ്ലസ് P1 F2 ഞാൻ കണ്ടുപിടിച്ചു. ഇതെന്തിനോട് ഈക്വൽ ആയിരിക്കും? P2 F1 പ്ലസ് P2 F2 ഈക്വൽ ആയിരിക്കും. ഇത് എല്ലാ പോയിന്റ്സിലും ഈ എലിപ്സിലുള്ള ഏത് പോയിന്റ്സ് എടുത്താലും ഹോൾഡ് ചെയ്യും. ഇവിടെ P3 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ? P3 ഇതെന്തിനോട് ഈക്വൽ ആയിരിക്കും? P3 F1 പ്ലസ് P3 F2. ഓക്കെ, അതാണ് പറഞ്ഞ കളക്ഷൻ. വരയ്ക്കാൻ വേണ്ടി പരാബോളൊക്കെ വെറുതെ അല്ലേ? ഈ എലിപ്സിന്റെ ശരിക്കുള്ള ഷേപ്പ് എങ്ങനെ ഇരിക്കുന്നത്? ഈ വരയൊക്കെ വരച്ച് വെച്ചു. അപ്പൊ ഇത് ഓവലല്ലേ? അല്ല, ഓവലല്ല. ഓവല് അതിൽ ഞാൻ ചോദിച്ചത് എലിപ്സിന്റെ ഫോട്ടോ കാണിച്ചു ഗൂഗിളില്. എനിക്കറിയാൻ അതല്ലേ ഓവല്? നമ്മുടെ ഡെയിലി ലൈഫില് എലിപ്സ് ഷേപ്പുള്ള എന്തെങ്കിലും ഹയർ ലെവലിലോട്ട് അതല്ലേ ഞാൻ ചോദിച്ചത്. It's a micro photo. Micro photo. ഇവിടെ ലൈറ്റ് ചെയ്തിട്ടില്ല, അവിടെ ലൈറ്റ് ചെയ്തിട്ടില്ല. റെക്കോർഡിംഗ് ആയിരുന്നു, ഓഡിയോ റെക്കോർഡിംഗ് ഇല്ല.
അപ്പൊ ക്ലിയർ ആണല്ലോ എലിപ്സ് എന്താണെന്ന് ക്ലിയർ ആണോ? എന്താണ് എലിപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എലിപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ആ വീഡിയോ ഒന്നും കൂടെ പോസ് ചെയ്യും. സോ ഈ നമ്മൾ പറഞ്ഞ 2 ഫിക്സഡ് പോയിന്റ്സ് ഉണ്ട്. ഈ ഫിക്സഡ് പോയിന്റ് നമ്മൾ എന്താ പറയാ? ഫോക്കസ്. ഇവിടെ 2 എണ്ണം ഉണ്ട്. അപ്പൊ എന്താ പറയാ? ഫോസൈ. പ്ലൂറല് ഫോസൈ ആണ്. ഒരെണ്ണാണെങ്കിൽ ഫോക്കസ്. ഓക്കെ, എഴുതിക്കോ. ദി 2 ഫിക്സഡ് പോയിന്റ്സ്. വരയ്ക്കണം. വരച്ചോ. വരയ്ക്ക്, വേഗം വരയ്ക്ക്. ക്യാമറ ഓൺ ചെയ്യട്ടോ. അക്ഷയ് പോയോ? അക്ഷയ് ക്യാമറ ഓൺ ചെയ്യട്ടോ. കഴിഞ്ഞോ? Next point is the 2 fixed points are called the 2 fixed points are called the 2 fixed point are called the foci of the ellipse. The 2 fixed point are called the foci of the ellipse. കഴിഞ്ഞോ? ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. ഈ F1 ഉം F2 ഉം കൂടി ജോയിൻ ചെയ്യാണ് ഈ ലൈനിന്റെ മിഡ് പോയിന്റ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെന്റർ ഓഫ് ദി എലിപ്സ് എന്ന് പറയുന്നത്. എന്താണ്? സെന്റർ ഓഫ് എലിപ്സ് എന്ന് പറയുന്നത്. ഇനി ദ ലൈൻ ത്രൂ F1 ആൻഡ് F2, ഈ ലൈനിനെയാണ് നമ്മൾ എന്ത് പറയാ? മേജർ ആക്സിസ് എന്ന് പറയാം. മേജർ ആക്സിസ്. ഇനി ലൈൻ പെർപെൻഡിക്കുലർ ടു മേജർ ആക്സിസ് ആൻഡ് പാസിംഗ് ത്രൂ ദ സെന്റർ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൈനർ ആക്സിസ് എന്ന് പറയും. ഓക്കെ, സോ the midpoint of the line joining F1 and F2, അതിന് നമ്മൾ എന്താ പറയാ? midpoint of the line joining F1 and F2, ഈ പോയിന്റിന് നമ്മൾ എന്താ പറയാ? സെന്റർ ഓഫ് ദി എലിപ്സ് അല്ലെ? ഇനി the line through F1 and F2 and joining the end points of the ഈ 2 പോയിന്റ്സും കൂടി ജോയിൻ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മേജർ ആക്സിസ് എന്ന് പറയുന്നത്. the line which is perpendicular to major axis and passing through the center, minor axis. okay, ഇനി what is the length of major axis? ഈ ലെങ്ത് എത്രയായിരിക്കും? 2a ആയിരിക്കും. 2a. ഓക്കെ, ഈ ലെങ്ത് 2b and ഈ ലെങ്ത് 2c ആയിരിക്കും. ഓക്കെ, ലെങ്ത് ഓഫ് മേജർ ആക്സിസ് എത്രയായിരിക്കും? 2a ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ സെന്ററിൽ നിന്നും ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 2a അല്ല, a ആയിരിക്കും. ഇത് 2 എണ്ണം വരുമ്പോഴേ 2a വരാം. ഓക്കെ, ഇനി സെന്ററിൽ നിന്നും ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? b ആയിരിക്കും. സോ അങ്ങനെയാണ് ടോട്ടൽ 2b വരുന്നത്. ഓക്കെ, ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് is equal to 2b. ഇനി ഡിസ്റ്റൻസ് ഫ്രം സെന്റർ ടു ഫോക്കസ്, it will be c. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ഫോക്കസ് 2c ആയിരിക്കും. നോട്ട് ചെയ്ത് വെച്ചേ.
F1 ഉം F2 തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഈ സെന്ററും ഈ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്ന് പറയുന്നത്. അപ്പോൾ സെമി മേജർ ആക്സിസ് മേജർ ആക്സിസ് എന്ന് പറയുന്നത് ഇങ്ങോട്ട് എ ഉണ്ട്, ഇങ്ങോട്ട് എ ഉണ്ട്. അപ്പൊ 2A. ഇനി ഈ ലൈനിന് നമ്മൾ മേജർ ആക്സിസ് എന്നല്ലേ പറയാം. അപ്പൊ അതിന്റെ പകുതിക്ക് നമ്മൾ പറയുന്നത് സെമി മേജർ ആക്സിസ് എന്നാണ്. അത് ഓർത്ത് വെച്ചോളാം, എഴുതണ്ട, ഓർത്ത് വെച്ചോളാം, സെമി മേജർ ആക്സിസ്. ഇനി ഈ ഒരു ലൈനിന് നമ്മൾ പറയുന്നത് എന്താ, മൈനർ ആക്സിസ് ആണ്. അപ്പൊ അതിന്റെ പകുതിക്ക് എന്ത് പറയും, സെമി മൈനർ ആക്സിസ്. ഓക്കെ. ഇനി ഈ ഡിസ്റ്റൻസ് എത്രയാ, സെന്ററിൽ നിന്നും ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് B ആണ്. അപ്പൊ ടോട്ടൽ എത്ര വരും, 2B. ഇനി സെന്ററിൽ നിന്നും ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് C ആണ്. സോ F1 ഉം F2 തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര വരും, 2C. ഇനി ഇവര് ABC തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. ഇത്ര എഴുതി കഴിഞ്ഞോ, ഇനി ഹെഡിങ് എഴുതിക്കോളെ. ഇത്ര എഴുതി കഴിഞ്ഞോ എല്ലാവരും, വേഗം എഴുതട്ടോ. ആ ചോദിക്കും. P3ക്കും P3 P3യും F3 ഇല്ല, രണ്ട് ഫോക്കസ് ആണുള്ളത്. P3 എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പോയിന്റ്, ഞാൻ റാൻഡം പോയിന്റ് എടുത്താണ്, അത് ആ ഡിസ്റ്റൻസ് സെയിം ആണെന്ന് കാണിക്കാം. P3 സോറി P2 F1 P3 F ശരിയാ, P3 F1 പ്ലസ് P3 F2 ആണ്, F3 ഇല്ല കേട്ടോ. കഴിഞ്ഞോ? നെക്സ്റ്റ് ഹെഡിങ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെമി മേജർ ആക്സിസ്, semi minor axis, relationship between semi major axis, semi minor axis, and the distance of the focus from the center of the ellipse, relationship between semi major axis, semi minor axis, and the distance of the focus from the center of the ellipse. എഴുതിയോ? എന്താണ് റിലേഷൻ? ഈ എയും ബിയും സെയും തമ്മിലുള്ള റിലേഷൻ ആണ് A² = B² + C². ഇമ്പോർട്ടന്റ് ആണ്. A² = B² + C². ഇവിടെ ABC, അവിടെ എന്തായിരുന്നു, അവിടെ ബേസ് ഓൾട്ടിറ്റ്യൂഡ്, ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇക്വൽ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. ഇവിടെ അതപ്പോ നമ്മൾ ഡിഫൈൻ ചെയ്യും. ബേസ് എന്താണ്, ബേസ് B ആണ്, ഓൾട്ടിറ്റ്യൂഡ് C ആണ് എന്നുള്ളത്. A² = B² + C² എഴുതിയോ? ഇതാണ് എന്ത് റിലേഷൻഷിപ്പ്. നെക്സ്റ്റ് എസെൻട്രിസിറ്റി ഇല്ല, ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ഇപ്പൊ പറയുന്നില്ല. ആവശ്യം വരുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചോദിക്കാറില്ലല്ലോ, പ്രൂഫ് ചോദിക്കാറില്ലല്ലോ. ടെക്സ്റ്റ് ബുക്കിലുണ്ട് പ്രൂഫ്, പക്ഷെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാറില്ലല്ലോ. ഞാൻ കണ്ടില്ല നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ, അതാണ് ചോദിച്ചത്. അല്ല, ഇതിന് മുന്നത്തെ കുറച്ച് പ്രൂഫൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, പക്ഷെ അതൊന്നും ചോദിച്ചു കണ്ടില്ല. നമുക്ക് പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ട് പോവാം കേട്ടോ. ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാല് നിങ്ങൾ ആദ്യം ടെക്സ്റ്റ് ഫുള്ള് പഠിച്ചു തീർക്ക്, ഈ പ്രോബ്ലംസ് ഒക്കെ പഠിച്ചു തീർക്ക്, അത് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ പ്രൂഫ് പഠിക്കുള്ളൂ. ടെക്സ്റ്റ് ബുക്കിലുണ്ട്, വലിയ ബുദ്ധിമുട്ടുള്ളതല്ല, ഡയറക്റ്റ് CCA വെച്ചിട്ടുള്ളതാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ വായിച്ചു നോക്കുക, പ്രൂഫ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, വായിച്ചു നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് വരുമ്പോൾ ചോദിക്കാം കേട്ടോ. നെക്സ്റ്റ് എസെൻട്രിസിറ്റി. എസെൻട്രിസിറ്റി നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സ്മോൾ ലെറ്റർ E വെച്ചിട്ടാണ്. E = C/A. ഇതാണ് ഇക്വേഷൻ. എസെൻട്രിസിറ്റി E = C/A.
E is equal to C by A. Camera on ചെയ്ത്. E is equal to C by A. എഴുതിയോ? ഡെഫിനേഷൻ ഉണ്ട്, ഈ ഇക്വേഷൻ പഠിച്ചാൽ മതി കേട്ടോ. E is equal to C by A. Next, standard equations of an ellipse. C നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റർ ആൻഡ് ഫോക്കസ്, അതാണ് C. A എന്ന് പറയുന്നത് എന്താ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റർ ആൻഡ് സെമി മേജർ ആക്സിസ്, അതാണ് A എന്ന് പറയുന്നത് കേട്ടോ. E is equal to C by A. Next heading, standard equations of an ellipse. Standard equations of an ellipse. Standard equations of an ellipse. എഴുതിയോ? രണ്ട് രീതിയിലുള്ള എലിപ്സ് പോസിബിൾ ആണ്. ഒന്ന് അലോങ് ദി എക്സ് ആക്സിസ്, രണ്ടാമത്തോ അലോങ് ദ വൈ ആക്സിസ്. ഈ രണ്ട് ഇക്വേഷൻസ് ആണ് നമ്മൾ പഠിക്കണേ. ഫസ്റ്റ് വൺ അലോങ് ദി എക്സ് ആക്സിസ് ആണ് ഇക്വേഷൻ. ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഇവിടെ എലിപ്സിസ് അലോങ് ദി എക്സ് ആക്സിസ് ആണ്. ഓക്കെ, എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് എലിപ്സിസ് അലോങ് ദി വൈ ആക്സിസ്. ഇവിടെ എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1. ഇവിടെ നോക്കി, നമ്മുടെ ഈ കേസിൽ നമ്മുടെ ഏതാ മേജർ ആക്സിസ് എന്ന് പറയുന്നത് എവിടെയാ? അലോങ് ദി എക്സ് ആക്സിസ് ആണ്. അപ്പൊ ഇക്വേഷൻ എന്താ? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. ഓക്കെ, ഇവിടെയോ? ഇവിടെ നമ്മുടെ മേജർ ആക്സിസ് ഇസ് അലോങ് ദി വൈ ആക്സിസ്. ഇക്വേഷൻ എങ്ങനെയാ? എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. എപ്പോഴും എ സ്ക്വയറിന്റെ വാല്യൂ ആയിരിക്കും ഗ്രേറ്റർ ആയിട്ട് വരാം. എ ആണ് എപ്പോഴും വലുത് ബിനേക്കാളും. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചു. വരയ്ക്കാം. എന്തേലും പറഞ്ഞോ അക്ഷയ്? മതിയോ? മതിയോ? കഴിഞ്ഞോ? കംപ്ലീറ്റ് ചെയ്തോ? ഇടയ്ക്കൊരു ഗ്യാപ്പ് കിട്ടുമ്പോ എഴുതി വെച്ച് ഒന്ന് വായിച്ചു നോക്ക്, ഉടനെ സംസാരിക്കാൻ പോവാതെ. അതെനിക്ക് മനസ്സിലായി. കഴിഞ്ഞോ? ടേക്ക് പേജ് നമ്പർ 191. ടേക്ക് പേജ് നമ്പർ 191. എടുത്തോ? എടുത്തോ? വരച്ചില്ലേ ഇതുവരെ? എന്റെ സമയം നിങ്ങൾ കളയുന്നു. പേജ് നമ്പർ 191. പേജ് നമ്പർ 191 എടുത്തിട്ട് 191 ആണോ അത്? എന്നിട്ട് വായിച്ചു നോക്കി, ആ പേജ് വായിച്ചു നോക്കി.
പേജ് നമ്പർ 191 എടുത്തോ. 2 പോയിന്റ്സ് ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കി. From the standard equations of the ellipses, we have the following observations. എന്തൊക്കെയാ observations? Ellipse is symmetric with respect to both the coordinate axis. Since if xy is a point on the ellipse, നമ്മുടെ എലിപ്സിൽ ഒരു പോയിന്റ് ആണ് xy എന്ന് വിചാരിച്ചു. x, y എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് ആണ് നമുക്ക് എലിപ്സിൽ ഉണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ പോയിന്റ്സ് കൂടെ എലിപ്സിൽ ഉണ്ടായിരിക്കും? പറ. -xy ഉണ്ടായിരിക്കും അല്ലെ? അതായത് ഇവിടെ എന്തുണ്ടായിരിക്കും? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു -xy ഉണ്ടായിരിക്കും. പിന്നെയോ ഇവിടെയോ? പറ. x - y അല്ലെ? x പോസിറ്റീവ് അല്ലേ? x - y ഉണ്ടായിരിക്കും. ഇവിടെയോ -x - y ഉണ്ടായിരിക്കും. സോ xy എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് -x - y ഉണ്ടായിരിക്കും, x - y ഉണ്ടായിരിക്കും, -xy ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ. The foci always lie on the major axis. Foci എപ്പോഴും എവിടെയായിരിക്കും ഉണ്ടാവുക? മേജർ ആക്സിസിലായിരിക്കും ഉണ്ടാവുക. The major axis can be determined by finding the intercepts on the axis of symmetry. That is major axis. ഇപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം ഫസ്റ്റ് ഫോം ആണോ സെക്കൻഡ് ഫോം ആണോ എന്ന്? അതാണ് പറയണേ. That is major axis is along the x axis if the coefficient of x square has a larger denominator. ഇവിടെ coefficient of x square-ന് നമുക്ക് രണ്ട് കേസസ് ഉള്ളത്. ഞാൻ പറഞ്ഞു എ ആണ് എപ്പോഴും വലുത് അല്ലെ, എ സ്ക്വയർ ആയിരിക്കും എപ്പോഴും വലുത്. അപ്പോ ഈ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റിന്റെ ഡിനോമിനേറ്റർ ആണ് വലുതെങ്കിൽ ഫസ്റ്റ് കേസ് ആയിരിക്കും, അലോങ് ദി എക്സ് ആക്സിസ് ആയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ എ സ്ക്വയർ ആണ് വലുതെന്ന്. അപ്പോ എക്സ് സ്ക്വയർ ആണ് വലുതെന്ന് പറഞ്ഞല്ലോ. അപ്പോ എന്താ ഏതാ ഇക്വേഷൻ? സോറി, മേജർ ആക്സിസ് ഇസ് അലോങ് ദി എക്സ് ആക്സിസ്. ഇനി ഇവിടെ നോക്കിക്കേ, എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റിന്റെ ഡിനോമിനേറ്റർ ആണോ വലുത്? ഇവിടെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റിന്റെ ഡിനോമിനേറ്റർ ബി സ്ക്വയർ ആണ്. ബി സ്ക്വയർ ആണോ വലുത്? അല്ല, അല്ലെ? സോ നമുക്ക് എന്ത് പറയാം? മേജർ ആക്സിസ് ഇസ് അലോങ് ദി വൈ ആക്സിസ് എന്ന് പറയാം. ഇങ്ങനെയാണ് നമുക്ക് ഏത് ഇക്വേഷൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക. ഓക്കെ, കിട്ടിയോ? നിങ്ങൾ എണീക്കുന്നുണ്ടോ? അല്ലെങ്കിൽ വീട്ടിൽ പോയി സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ. കിട്ടിയല്ലോ. ആ പോയിന്റ്സ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ച് നോട്ട്ബുക്കിലോട്ട് എഴുതണ്ട കേട്ടോ. നെക്സ്റ്റ് ലാറ്റസ് റെക്ടം. റൈറ്റ് ദ ഹെഡിങ് ലാറ്റസ് റെക്ടം. അത് അവിടെ ലാറ്റസ് റെക്ടം. എന്തായിരുന്നു ലാറ്റസ് റെക്ടം? അതവിടെ എന്തായിരുന്നു ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു? ഡെഫിനിഷൻ എഴുതണ്ട, ഇത് മാത്രം. നമ്മൾ അവിടെ പഠിച്ച ലാറ്റസ് റെക്ടത്തിന്റെ ലെങ്ത് എത്രയായിരുന്നു? പരാബോള 4a ആയിരുന്നു. ഇവിടെ 2b²/a. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം. (2b²/a). Length of lattice rectum is equal to 2b²/a. നോട്ട്സ് കഴിഞ്ഞോ എന്ന് എന്നോട് ചോദിക്കുവാണോ? കഴിഞ്ഞു. എഴുതിയോ? ഇനി പ്രോബ്ലംസ് ചെയ്യാം. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം 2b²/a. ആ ഇക്വേഷൻസ് പഠിച്ചു വെക്കാം. ഇക്വേഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്, പഠിക്കാം കേട്ടോ. Write the question. Find the coordinates of the foci. Find the coordinates of the foci. The vertices. Find the coordinates of the foci. The vertices. The length of major axis. The length of major axis. Comma the minor axis.
comma the minor axis, comma the eccentricity, comma the eccentricity, and the length of the lateral rectum of the ellipse, and the length of the lateral rectum of the ellipse. എഴുതിയോ? First question, x square by 36 plus y square by 16 equal 1. x square by 36 plus y square by 16 equal to 1. എഴുതിയോ? എങ്ങനെയാ കണ്ടുപിടിക്കുക? നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? ഫോസൈഡ് കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം, വേർട്ടിസസ് കണ്ടുപിടിക്കണം, ലെങ്ത് ഓഫ് മേജർ ആക്സിസ് കണ്ടുപിടിക്കണം, ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് കണ്ടുപിടിക്കണം, എസെൻട്രിസിറ്റി, ലെങ്ത് ഓഫ് ലെങ്ത് ഓഫ് ലാറ്ററൽ റെക്ടം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കാൻ. എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ് സ്ക്വയർ ബൈ 36 പ്ലസ് വൈ സ്ക്വയർ ബൈ 16 ഇസ് ഈക്വൽ ടു 1. അപ്പൊ ആദ്യം നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? മേജർ ആക്സിസ് അലോങ് ദി എക്സ് ആക്സിസ് ആണോ വൈ ആക്സിസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് എങ്ങനെയാ നമ്മൾ ചെക്ക് ചെയ്യുക? എക്സ് സ്ക്വയറിന്റെ ഡിനോമിനേറ്റർ നോക്കാം. എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റിന്റെ ഡിനോമിനേറ്റർ വലുതാണോ ചെറുതാണോ നോക്കാം. ഇവിടെ വലുതാണോ ചെറുതാണോ? വലുതാണ് അല്ലെ. സോ എയുടെ വാല്യൂ എന്താ? എ സ്ക്വയർ ആണ് 36 അല്ലെ. സോ എയുടെ വാല്യൂ എന്താ? 6. ബിയുടെ വാല്യൂ എന്താ? 4. ഇനി ഫോസൈയുടെ കോർഡിനേറ്റ്സ് എന്താ വരാ? അപ്പോ ഇങ്ങനെയുള്ള എലിപ്സ് ആണ് അല്ലെ. ഫോസൈ എന്ന് പറയുന്നത്, സോറി, ഫോസൈയുടെ കോർഡിനേറ്റ്സ് എന്താ നമ്മൾ പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. സെന്ററിൽ നിന്നും ഫോസയിലേക്കുള്ള ഡിസ്റ്റൻസ് സി ആണ് അല്ലെ. സിയുടെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് എന്താ? സോറി, ഫോക്കസിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് എന്താ? C0 ആയിരിക്കില്ലേ? കാരണം സെന്ററിൽ നിന്നും ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് സി അല്ലേ. സോ C0 ആയിരിക്കും അല്ലെ. ഇനി സിയുടെ വാല്യൂ നമുക്ക് അറിയോ? ഇല്ല, അത് നമുക്ക് കണ്ടുപിടിക്കണം. എന്തായിരുന്നു കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ? എ സ്ക്വയർ ഈക്വൽ ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. സോ വി ഹാവ് ടു ഫൈൻഡ് സി. സി എന്തായിരിക്കും? റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എത്രയാ? റൂട്ട് ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാ? 36 മൈനസ് 16 വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 20. സോ ഇതാണ് നമ്മുടെ സി എന്ന് പറയുന്നത്. ഓക്കെ. സോ വേണമെങ്കിൽ ഇതിനെ നമുക്ക് 2√5 എന്ന് എഴുതാം. എഴുതിക്കോ, കുഴപ്പമില്ല. 2√5 അല്ലേ 20. അപ്പൊ നമ്മുടെ ഫോസൈഡ് കോർഡിനേറ്റ്സ് ഏതാ പറ? 2√5. ഈ സൈഡ് ആണെന്നുണ്ടെങ്കിൽ പ്ലസ് 2√5, 0. ഈ സൈഡ് ആണെങ്കിലോ, ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ മൈനസ് 2√5. ഇല്ല, അപ്പൊ നമ്മൾ എഴുതണം പ്ലസ് ഓർ മൈനസ് 2√5, 0 എന്ന് എഴുതണം. ഓക്കെ. ഇപ്പൊ ആരും എഴുതണ്ട, ഇവിടെ ശ്രദ്ധിക്കുക. ഇനി വേർട്ടിസസ് ഏതാ? വേർട്ടിസസ് എന്ന് പറയുന്നത് ഇതാണ് വേർട്ടിസസ്. ഇത് രണ്ടുമാണ് വേർട്ടിസസ് എന്ന് പറയുന്നത്. ഈ ഡിസ്റ്റൻസ് എന്താന്നാ നമ്മൾ പറഞ്ഞത്? എ ആണെന്നാ പറഞ്ഞത് അല്ലെ. അപ്പൊ കോർഡിനേറ്റ്സ് എന്താ വരിക? A, 0. ഇവിടെയാണെങ്കിൽ മൈനസ് A, 0. എ നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ. എന്താ വരിക ആൻസർ? പ്ലസ് ഓർ മൈനസ് 6, 0. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് എന്താ? 2a വിച്ച് ഇസ് ഈക്വൽ ടു 12. പ്ലസ് ഓർ മൈനസ് 1 ലെങ്ത് അല്ലേ. ലെങ്ത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഇനി ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് എന്താ? 2b വിച്ച് ഇസ് ഈക്വൽ ടു 2 × 4, 8. ഇനി എസെൻട്രിസിറ്റിയുടെ ഇക്വേഷൻ എന്താ? C/A. അതിനാല എന്താ എഴുതണേ? ബോർഡിലൊന്ന് എഴുതണോ? C/A എന്താ? C 2√5 ഡിവൈഡഡ് ബൈ 6 അല്ലേ. √5/3. ലെങ്ത് ഓഫ് ലാറ്ററൽ റെക്ടം എന്താ? 2b²/a വിച്ച് ഇസ് ഈക്വൽ ടു 2 × b². 8 b² 16 ആണ്. 16/6 അല്ലേ. ഒരു സെക്കൻഡ്. 3 വിച്ച് ഇസ് ഈക്വൽ ടു 16/3. ഇത്രയാണ്. എന്താ ചോദിച്ചത്? എ അല്ലേ. ഈ ഡിസ്റ്റൻസ് എ അല്ലേ. ഈ ഡിസ്റ്റൻസ് എ അല്ലേ. എ അല്ലേ. എ എത്രയാ? 6 അല്ലേ. എഴുതി. ഡൗട്ട് ഉണ്ടോ? വേർട്ടിസസ്
വേർട്ടിസസ് എന്ന് പറയുന്നത് ഏതാ? എൻഡ് ഓഫ് മേജർ ആക്സിസ്. മേജർ ആക്സിസിന്റെ എൻഡ്, ആ രണ്ട് പോയിന്റ്സിനെയാണ് വേർട്ടിസസ് എന്ന് പറയുന്നത്. ആ ഇത് എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞിട്ട് പറ കേട്ടോ. ശ്രദ്ധിച്ച് ചെയ്യുക, തനിയെ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ, കോപ്പി ചെയ്യരുത്. അല്ല, എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞവർ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യുക. തനിയെ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. x² 4 + y² 25 = 1. ആദ്യം എന്താ നോക്കണ്ടേ? മേജർ ആക്സിസ് അലോങ് ദി y ആക്സിസ് ആണോ x ആക്സിസ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുക. കഴിഞ്ഞോ വിമൽ? കഴിഞ്ഞോ? ചെയ്യുന്നില്ലേ? ചെയ്ത് കഴിഞ്ഞിട്ട് സംസാരിക്കും. സാധനം കഴിഞ്ഞോ? y ആക്സിസ് എത്ര? എയുടെ വാല്യൂ എത്ര കിട്ടി? എയുടെ വാല്യൂ 5 ആണ്. വലിയ വാല്യൂ ആണ് എയുടെ വാല്യൂ 5. ഇവിടെ സെക്കൻഡ് ഇക്വേഷൻ അല്ലേ, അതായത് x² / b² + y² / a² ആണ്. അപ്പൊ b² ആണ് 4, a. മേജർ ആക്സിസിന്റെ എൻഡ്സ് ആണ്. അല്ല, മേജർ ആക്സിസ് എ ആണ് എപ്പോഴും. സോറി, വേർട്ടിസസ് എ ആണ് എപ്പോഴും. കഴിഞ്ഞോ? ആരൊക്കെയാ കഴിയാനുള്ള ഇനി?
ചെയ്ത് കഴിഞ്ഞു എല്ലാരും. എനിക്കറിയില്ല മഴക്കാറുണ്ടോന്ന്. ഞാൻ വന്ന സമയത്ത് മഴക്കാറില്ലായിരുന്നു. ഞാൻ അറിഞ്ഞില്ല. മഴക്കാറുണ്ടോ? അതേ വന്ന മഴക്കാറുണ്ടായിരുന്നോ? കണ്ടോ, ഇവിടെ മഴക്കാറൊന്നുമില്ല. അതാ ഗ്ലാസിന്റെ കളറാ. ഞാൻ നോക്കി. X square by 4 plus y square by 25 equal to 1. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എങ്ങനെയാ ചെയ്യാ പറഞ്ഞേ? എങ്ങനെയാ ചെയ്യാ? എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റിന്റെ ഡിനോമിനേറ്റർ വലുതാണോ ചെറുതാണോ? പറ. എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റിന്റെ ഡിനോമിനേറ്റർ, എക്സ് സ്ക്വയറിന്റെ ഡിനോമിനേറ്റർ നോക്കിയാൽ മതി. വലുതാണോ ചെറുതാണോ? ചെറുതാണ്. സോ ഏത് ഇക്വേഷൻ ആണ്? സെക്കൻഡ് ഇക്വേഷൻ ആണ്. അതായത് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1. ഈ ഒരു ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടിയത് അല്ലെ? ഇനി നോക്കിയേ, എയുടെ വാല്യൂ എന്താ? വിമൽ, എന്റെ വാല്യൂ എന്താ? ഇപ്പൊ പറഞ്ഞേ എന്റെ വാല്യൂ പറഞ്ഞേ. എന്റെ വാല്യൂ പറഞ്ഞേ 5. ബിയുടെ വാല്യൂ എത്രയാ? ബിയുടെ വാല്യൂ എത്രയാണ്? 2. അപ്പൊ സിന്റെ വാല്യൂ, സി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലെ, വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 25 മൈനസ് 4 ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 21. ഓക്കെ. ഇനി ഫോസൈഡ് കോർഡിനേറ്റ്സ് ഫോസൈഡ് കോർഡിനേറ്റ്സ് ഏതാ ഫോസൈഡ് കോർഡിനേറ്റ്സ്? സി ആണ് ലെങ്ത് അല്ലെ, ഫോക്കസിലേക്കുള്ള ലെങ്ത് സി ആണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം, എങ്ങനെയാ? എലോങ് വൈ ആക്സിസ് ആണ് അല്ലെ. അപ്പൊ കോർഡിനേറ്റ്സ് ഏതാ വരാ? 0 സി ആണ് വരാ അല്ലെ. 0 പ്ലസ് ഓർ മൈനസ് സി ആണ് വരാ, വിച്ച് ഇസ് ഈക്വൽ ടു 0 പ്ലസ് ഓർ മൈനസ് റൂട്ട് 21. ഇനി വെർട്ടിസസ് 0 പ്ലസ് ഓർ മൈനസ് എ ആണ് വരാ അല്ലെ, which is equal to 0 plus or minus 5. Length of major axis 2a, which is equal to 2 into 5, 10. Length of minor axis 2b, which is equal to 4. Eccentricity is equal to c by a, which is equal to root 21 by 5. Length of lateral sectum is equal to 2b square, 4 by 5, which is equal to 8 by 5. കിട്ടിയോ? ഇത് തന്നെയാണോ കിട്ടിയ എല്ലാവർക്കും? ആർക്കെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തോ. തേർഡ് ക്വസ്റ്റ്യൻ. എക്സ് സ്ക്വയർ. ഇതെല്ലാരും കഴിഞ്ഞോ? ഓൺലൈൻ ഉള്ളവർ കഴിഞ്ഞോ? എക്സ് സ്ക്വയർ ബൈ 16 പ്ലസ് വൈ സ്ക്വയർ ബൈ 9 ഈക്വൽ 1. x square by 16 plus y square by 9 equal 1. ചെയ്തേ.
ഡിസ്കസ് ചെയ്യല്ലേ വിമൽ. സയോൺ തനിയെ ചെയ്യട്ടെ. ചെയ്ത് കഴിഞ്ഞോ? ഫുൾ ചെയ്ത് ആ. ഈ ചാപ്റ്റർ എളുപ്പമാണ്, പക്ഷെ കുറച്ച് ഇക്വേഷൻസ് ഉണ്ട് കേട്ടോ, ശ്രദ്ധിച്ച് ചെയ്താൽ മതി. കിട്ടിയോ? മേജർ ആക്സിസ് അലോങ് എക്സ് ആക്സിസ് ആണോ വൈ ആക്സിസ് ആണോ? നിങ്ങൾ ചെയ്യുവാണോ? ചെയ്തോ. കഴിഞ്ഞോ? ചെയ്ത് അടുത്ത ദിവസം ചെയ്ത് കഴിഞ്ഞവര് ഫോർത്ത് ദിവസം ഹോംവർക്ക് ആണ് ശരിക്കും, പക്ഷെ നിങ്ങൾ ടൈം കളയണ്ട, ചെയ്തു. ആരും ചെയ്ത് കഴിയാത്ത 7,000 ചെയ്തു. 7,000 ഹോംവർക്ക് അല്ല, 4, 5, 6 ഹോംവർക്ക് ആണ്. എത്ര സമയം വേണം ഈ ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട്? 2 മിനിറ്റ്. 3 ദിവസത്തിൽ എത്ര പ്രോബ്ലം വേണം? 6 മിനിറ്റ്. അതോട് ചെയ്യാനായിട്ട് എത്ര സമയം വേണം? അത് ഞാൻ പറയട്ടെ. ഇല്ല. ആൻസർ എത്രയാ പറഞ്ഞേ? ഇവിടെ പറഞ്ഞേ. മേജർ ആക്സിസ് അലോങ് ദി എക്സ് ആക്സിസ് ആണോ വൈ ആക്സിസ് ആണോ? പറ. എക്സ് ആക്സിസ്. സോ എ ഈസ് ഈക്വൽ ടു 4 ആണ്, റൂട്ട് ഓഫ് 16. ബി ഈസ് ഈക്വൽ ടു 3 ആണ്. Then c is equal to root of a square minus b square, അല്ലേ? Which is equal to root of 16 minus 9, which is equal to root 7. ഇത്രയും കറക്റ്റ് ആണോ കിട്ടിയത്? ഓക്കെ. ഇനി ഫോസൈ. സീറോ പ്ലസ് ഓർ മൈനസ് സി അല്ലേ? സീറോ പ്ലസ് ഓർ മൈനസ് സി അല്ല, ഫസ്റ്റ് കേസ് അല്ലേ? എലോങ് ദി എക്സ് ആക്സിസ് ആണ്. അപ്പൊ കോർഡിനേറ്റ്സ് എന്താ വരാ? പ്ലസ് ഓർ മൈനസ് c0, which is equal to plus or minus root 70. ഇനി vertices plus or minus e0, which is equal to plus or minus 40. Length of major axis 2a, which is equal to 2 into 4, which is equal to 8. Length of minor axis 2b, which is equal to 6. Eccentricity c by a, which is equal to root 7 by 4. Length of lattice rectum 2b square by a, which is equal to 2 into 9 by 4, which is equal to 9 by 2. കറക്റ്റ് ആണോ? എല്ലാവർക്കും കിട്ടിയേ? ആർക്കെങ്കിലും കിട്ടാണ്ടുണ്ടോ? പറ. എന്തെനിക്ക് കിട്ടിയില്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. എവിടെയെങ്കിലും സ്റ്റക്ക് ആണെങ്കിൽ പറയണേ, തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പറയണേ. കിട്ടിയോ എല്ലാവർക്കും? ഓക്കെ. റബ്ബ് ചെയ്തോട്ടെ. ചെയ്തു കഴിഞ്ഞില്ലേ ഈ ക്വസ്റ്റ്യനോ? ഫോർ, 5, 6 ഹോംവർക്ക് ആണ്. കഴിഞ്ഞോ നന്ദന? നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ജിസിന്റെ അനക്കമൊന്നും ഇല്ലല്ലോ.
ആ ഓക്കെ. Seventh question, 36x square plus 4y square is equal to 144. ചെയ്യുന്നുണ്ടോ, കിട്ടുന്നുണ്ടോ? ഞാനൊരു ഹിന്റ് തരാം. ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന് അറിയോ? നമുക്ക് രണ്ട് സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ഉള്ളത്. ഫസ്റ്റ് വൺ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. രണ്ടാമത്തേൽ എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. രണ്ട് ഫോമിലും ഇസ് ഈക്വൽ ടു 1 ആ വന്നേക്കുന്നത്. നമുക്ക് ഇവിടെ ഇസ് ഈക്വൽ ടു 144 ആ വന്നേക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? അതിനെ 1 ആക്കണം. 1 ആക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ത്രൂ ഔട്ട് ഡിവൈഡ് വിത്ത് 144. ഇനി ചെയ്തു. Throughout divide with 144. That is 36x square by 144 plus 4y square by 144 equal 144 by 144. കിട്ടിയ ആൻസർ കിട്ടിയ സയോണ്. കിട്ടിയോ? ഇല്ല കുഴപ്പമില്ല. ആൻസർ കറക്റ്റ് ആയാൽ മതി. അല്ലെന്ത് ഇതിനു മുന്നേ സ്കൂളിലെ വർക്ക് നിങ്ങൾ അറിയില്ലായിരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ NIES അരൂക്കുറ്റി വടുതല. ഇല്ല, അറിയില്ല. അടുത്ത ദിവസം ചെയ്യാൻ ഇല്ല, ഇപ്പൊ ചെയ്യും. ചെയ്ത് കഴിഞ്ഞോ? എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? ചെയ്ത് കാണിക്കട്ടെ. ചെയ്ത് കഴിഞ്ഞോ? 36 by 144 ക്യാൻസൽ ചെയ്യുമ്പോ എന്താ കിട്ടാ? 18. ഇങ്ങനെയാണോ ഇക്വേഷൻ കിട്ടിയേ? എക്സ് സ്ക്വയർ ബൈ 4 പ്ലസ് വൈ സ്ക്വയർ ബൈ 6 ഇസ് ഈക്വൽ ടു 1. ഇങ്ങനെയാണോ ഇക്വേഷൻ കിട്ടിയേ? ഇക്വേഷൻ ഇങ്ങനെയാണോ കിട്ടിയേ? ഇനി എയുടെ വാല്യൂ എന്താ? സ്ക്വയർ കിട്ടി. സ്ക്വയർ വേണ്ടേ? സ്ക്വയർ 36 ഉം 16 36 ആണ് വെച്ചേ. എന്താ? y square by 36 ആണ്, 6 അല്ല. സോറി, 36 ആണ്. ഓക്കെ, ഇങ്ങനെയാണോ കിട്ടിയത്? y square by 36 is equal to 1. ഇനി എയുടെ വാല്യൂ എന്താ? എ ആണ് ഗ്രേറ്റർ വാല്യൂ. ഏതാ? 36ന്റെ റൂട്ട് 6. ബിയോ 2. സിയോ root of a square minus b square which is equal to root of 36 minus 4 which is equal to root 32. അല്ലേ? ഇത് ഏതാ? ഫസ്റ്റ് ഫോം ആണോ സെക്കൻഡ് ഫോം ആണോ? എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ അല്ലേ? പ്ലസ് വൈ സ്ക്വയർ along the y axis ആണ്.
സോ നമുക്ക് കോർഡിനേറ്റ്സ് എഴുതാം. ഫോർ സൈഡ് കോർഡിനേറ്റ്സ് 0 പ്ലസ് ഓർ മൈനസ് ഇ ആണ്. വേർട്ടിസസിന്റെ 0 പ്ലസ് ഓർ മൈനസ് എ ആണ്. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് equal to a. Length of minor axis equal to b. Eccentricity equal c by a. Length of latus rectum equal to b square by a, which is equal to. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 0 പ്ലസ് ഓർ മൈനസ് 32. 2 റൂട്ട് 8 എന്ന് എഴുതാം കേട്ടോ. 32ന് നിങ്ങൾക്ക് വേണമെങ്കിൽ 2 റൂട്ട് 8 എന്ന് എഴുതാം. 8 4 32 അല്ലേ. 0 ആരാ എന്ന് ചോദിച്ചേ? എന്ന് ആരെങ്കിലും ചോദിച്ചായിരുന്നു? 0 പ്ലസ് ഓർ മൈനസ് 6 12 4 root 32 by 6 4 by 3. ഇതാണോ ആൻസേഴ്സ് കിട്ടിയ? ഇനി അടുത്ത 2 ദിവസം ഹോംവർക്ക് എന്ത് കൺഫ്യൂഷൻ? അത് ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. എന്ത് കൺഫ്യൂസിങ്? അത് അങ്ങനെ ഒരു ഇല്ല ഇല്ല. ക്വസ്റ്റ്യൻ നമ്പർ 8 and 9 ഹോംവർക്ക്. അത് കൺഫ്യൂസിംഗ് ആണ്. നിങ്ങൾ നേരത്തെ വരുമല്ലോ. അപ്പം ഏതാ ഏത്? ക്വസ്റ്റ്യൻ നമ്പർ 8 ചെയ്യുന്ന 16x square plus y square is equal to 16. 16x square plus y square is equal to 16. അക്ഷയ് കിട്ടുന്നുണ്ടോ? അക്ഷയ് കേക്കാം. കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ? ഓക്കെ ഓക്കെ. ബോർഡിൽ ചെയ്ത് ചെയ്യാം. ബോർഡിൽ ചെയ്യും. സയോൺ ചെയ്യും. എ ബി ഏതാദ്യം? എവിടെ? അതെ അതെ, റൂട്ട് 32. 0 പ്ലസ് ഓർ മൈനസ് സി അല്ലേ? ഫോസൈ അല്ലേ? റൂട്ട് 32 ആണ് കേട്ടോ വരാം. Zero plus or minus 8.
2A. അന്നെനിക്ക് കിട്ടിയ ആൻസർ ഗായത്രി കിട്ടിയോ? വേദ കിട്ടിയോ? ആ ശരി. 9-1 ചെയ്തോട്ടോ കഴിഞ്ഞവര്. ഓക്കെ, ഇങ്ങനെ തന്നെയാണ് ആൻസർ എല്ലാവർക്കും കിട്ടിയ. വെരി ഗുഡ്. ക്വസ്റ്റ്യൻ നമ്പർ 9 ചെയ്യാട്ടോ. ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതിയായിരുന്നു. ആഫ്റ്റർ 6:30. ആഫ്റ്റർ 6:30. ചെയ്ത് കഴിഞ്ഞോ? 9th ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞോ? മിടുക്കനാണല്ലോ. ഒന്ന് ബോർഡിൽ ചെയ്ത്. അജയ് ഇനി ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട് അജയ്ക്ക് ചെയ്യാനായിട്ട്. ശരി. ഇപ്പൊ ആലോചിച്ചാൽ എനിക്ക് മനസ്സിലായി കൂടുതൽ കള്ളല്ലേ അതിനകത്ത് ഉത്തരം ഞാൻ തന്നെ എഴുതിയിരിക്കുന്നു. ഇപ്പത്തെ സൈഡിൽ അതും കൂടെ റബ്ബ് ചെയ്തോട്ടാ. ടെക്സ്റ്റ് ബുക്ക് അവിടെ ഉണ്ട്. ക്വസ്റ്റ്യൻ അത് നോക്കി എഴുതിക്കും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, കുഴപ്പമില്ല. നിങ്ങൾ എന്തിനാ പേടിക്കും? (4x² + 9y² = 36. എന്താ ചെയ്യേണ്ടത്? ഡിവൈഡ് ത്രൂ ഔട്ട് വിത്ത് 36 അല്ലേ? സോ x² / 9 + y² / 4 = 1. ഒന്നുമില്ല. ഇങ്ങനെയാണോ എല്ലാവർക്കും കിട്ടിയേ? എല്ലാവർക്കും സെയിം ആൻസർ ആണോ കിട്ടിയേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ ആദ്യമായിട്ട് കാര്യം ചോദിക്കാം.
നിങ്ങൾ സമ്മതിച്ചില്ലല്ലോ ഹോംവർക്ക് ആക്കാൻ. അല്ല അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാട്ട് മിസ് ഒരു 12 കണ്ട് അവസാനിപ്പിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 19 ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 19 ചെയ്യാം. ബാക്കി നിങ്ങൾ ചെയ്താൽ മതി. അത് നടക്കൂല. അറിയില്ലെന്നോ? 5-6 ഓവർക്ക് ഈ മൊത്തം മൊത്തം എക്സസൈസാ. എന്ത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് നോക്കിയേ. വേർട്ടിസസ് എന്തൊക്കെയാ? +or-50. എന്താണ് മിസ് നമ്മള് ക്ലാസ്സിൽ പഠിപ്പിക്കാത്തോണ്ടല്ലേ ഇവിടെ വരുന്നത്. കുഴപ്പമില്ലേ? ബ്രേക്ക് 5 മിനിറ്റ് ഇടവിട്ട് 10 മിനിറ്റ് ബ്രേക്ക്. അരമണിക്കൂർ നേരത്തെ വിടണം. പിന്നെ എല്ലാ ക്വസ്റ്റ്യനും ചെയ്യണം. ഹോംവർക്ക് പറ്റില്ല. ഈ ബ്രേക്കിന്റെ കാര്യം ഇവിടെ മിണ്ടിപ്പോരുത്. ഒന്നെങ്കിൽ ഹോംവർക്ക് അല്ലെങ്കിൽ ബ്രേക്ക്. ഇതിൽ ഏതെങ്കിലും ഒന്നേ നടക്കുള്ളൂ. കേട്ടല്ല? അതെ, നിങ്ങൾ എന്നെ പറ്റിച്ച് ജീവിക്കുക നിങ്ങൾ എല്ലാവരും. ഓക്കെ ഓക്കെ. വേർട്ടിസസിന്റെ ഏതാ? എ ആണോ ബി ആണോ? എ ആണോ ബി ആണോ സി ആണോ? വേർട്ടിസസ് എ അല്ലേ? ഒന്നെങ്കിൽ +or-A0 ആയിരിക്കും വരാം, അല്ലെങ്കിൽ 0 +or-A. അപ്പൊ എ ആണ് ഇവിടെ തന്നേക്കുന്നത്. എ എന്താ? 5. ഫോസൈൽ എന്താ വരാ? +or-C0 അല്ലെങ്കിൽ 0 +or-C അല്ലെ? സോ C is equal to 4. നമുക്ക് എന്താ വേണ്ട? ഇക്വേഷൻ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് അല്ലെ? ഇവിടെ ഇനി എന്തുകൂടെ വേണം നമുക്ക്? ബി വേണം. നമുക്കറിയാം റിലേഷൻ എന്താ? A² is equal to B² + C² ആണ്. സോ B is equal to √A² - C² അല്ലെ? which is equal to √A² എത്രയാ? 25 - C² എത്രയാ? 16 which is equal to √9 which is equal to 3. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? A കിട്ടി, B കിട്ടി, C കിട്ടി. ഇനി എന്തൊക്കെയാ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ ഇക്വേഷൻ ഫോർ ദ എലിപ്സ് ദാറ്റ് സാറ്റിസ്ഫൈസ് ദ ഗിവൻ കണ്ടീഷൻ. ഇക്വേഷനാ കണ്ടുപിടിക്കേണ്ടത് അല്ലെ? ഇവിടെ ഏതാ? ഫസ്റ്റ് ഫോം ആണോ സെക്കൻഡ് ഫോം ആണോ? along the x axis ആണ് അല്ലെ? ആദ്യമാണ് നമ്മുടെ എയും ബി ഒക്കെ വന്നേക്കുന്നത്. എക്സ് കോർഡിനേറ്റിലാണ് വന്നേക്കുന്നത്. സോ എന്താ? മേജർ ആക്സിസ് is along the x axis. So the equation is x² / a² + y² / b² = 1 അല്ലെ? x² / a² എന്താ? 25 + y² / b² എന്താ? 9 which is equal to 1. This is the answer. ഇത് ബുദ്ധിമുട്ടാണോ ചെയ്യാനായിട്ട്? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ചെയ്യാനായിട്ട്? 2 മിനിറ്റ് വേണ്ട. ആർക്കാ ബുദ്ധിമുട്ടുള്ള ചെയ്യാനായിട്ട്? വിമലിന് മാത്രമേ ബുദ്ധിമുട്ടുള്ള? ബാക്കിയുള്ള ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ബാക്കിയുള്ളവർ ചെയ്തിട്ട് വരാം. വിമലിന്റെ പാരന്റിനോട് ഞാൻ സംസാരിച്ചോളാം. വിമലിന്റെ പാരന്റ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുള്ളതാണ്. വിളിക്കാലോ, ഫോൺ നമ്പർ ഉണ്ടല്ലോ സിസ്ലി മിസ്സിന്റെ കയ്യില്. ഇല്ലേ? ഇതൊക്കെ ഞാൻ ഒപ്പിക്കും. കഴിഞ്ഞോ? ക്വസ്റ്റ്യൻ നമ്പർ 11 ഹോംവർക്ക് ആണ്. സെയിം ക്വസ്റ്റ്യൻ. 11 അല്ല, ബാക്കി ഞാൻ ചെയ്യിക്കാന്ന് വിചാരിച്ചിരുന്ന. അതല്ല, ഞാൻ നേരത്തെ 19 പറഞ്ഞതേ. അത് കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ. അതപ്പൊ ഇപ്പൊ ചെയ്യാണെങ്കിൽ അത് വിചാരിച്ച ചെയ്തേ. പക്ഷെ ഇനിയിപ്പോ സമയമില്ല. അല്ല, ബാക്കി ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 11ഉം 12ഉം ഹോംവർക്ക് ആണ്. 13 ഇപ്പൊ ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 11ഉം 12ഉം. അപ്പൊ ഏതൊക്കെയാ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ്? 4, 5, 6, 11, 12. ഈ 5 ക്വസ്റ്റ്യൻ ഉണ്ടെന്നുള്ളത് നോക്കണ്ട. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് 2 മിനിറ്റ് പോലും വേണ്ട. നിങ്ങൾ ഈ ചാപ്റ്ററിലെ നല്ല എല്ലാ ചാപ്റ്ററിന്റെ ആണെങ്കിലും നിങ്ങൾ ഈ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ചെയ്താലല്ലേ എന്തെങ്കിലും എടുത്ത് നോക്കുള്ളൂ. അല്ലാണ്ട് നിങ്ങളെല്ലാം പഠിക്കുന്നുണ്ടോ വീട്ടിൽ പോയിട്ട്? ഇല്ലല്ലോ. ഒരു പ്രയോജനം ഇല്ലാണ്ടായി പോവാണ്. നിങ്ങൾ പഠിക്കുന്ന സാധനം ഇന്നിവിടെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് വീട്ടിൽ പോയി ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അത് ഓർമ്മ കിട്ടുള്ളൂ. ഇല്ല, അത് കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ടോ 2 ആഴ്ച കഴിഞ്ഞിട്ടോ ഒക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതെന്താ? വെറുതെയാ. നിങ്ങൾ ഫ്രഷ് ആയിട്ട് എടുക്കുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എൻഡ്സ് ഓഫ് മേജർ ആക്സിസ് +or-30. റബ് ചെയ്തോട്ടെ.
Question number 13. Ends of major axis is equal to plus or minus 3, 0. Ends of minor axis 0 plus or minus 2. എന്താണ് ends of major axis ലുള്ള കോർഡിനേറ്റ് എന്താ? എ ആണോ ബി ആണോ? മേജർ ആക്സിസിന്റെ അറ്റത്തുള്ള പോയിന്റ് എ അല്ലേ? സോ എ ഈസ് ഈക്വൽ ടു 3. ends of minor axis ഇവിടെ എന്താ ഉള്ളത്? ബി. ബി ഈസ് ഈക്വൽ ടു 2 അല്ലെ? ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കണം? ഇത് രണ്ടും മതിയല്ലോ. ഏതാ? ഏരിക്കേഷൻ ഫസ്റ്റ് ഫോം ആണോ സെക്കൻഡ് ഫോം ആണോ? ഫസ്റ്റ് ഫോം ആണ്. നമുക്ക് എങ്ങനെയാ? ഇത് മേജർ ആക്സിസ് ആണെങ്കിൽ മൈനർ ആക്സിസ് ഇതല്ലേ വരുള്ളൂ. മേജർ ആക്സിസ് അലോങ് ദി എക്സ് ആക്സിസ് ആണ് അല്ലെ? സോ ഇക്വേഷൻ എന്താ വരാ? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. നമ്മൾ എപ്പോഴും നോക്കേണ്ടത് മേജർ ആക്സിസ് അലോങ് എക്സ് ആണോ വൈ ആണോ എന്നാണ് കേട്ടോ. തിരിഞ്ഞു പോകരുത്. വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 9 പ്ലസ് വൈ സ്ക്വയർ ബൈ 4 ഇസ് ഈക്വൽ ടു 1. ദിസ് ഇസ് ദി ഇക്വേഷൻ. കഴിഞ്ഞോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേ. എൻഡ് ഓഫ് മേജർ ആക്സിസ് 0 പ്ലസ് ഓർ മൈനസ് √5. ends of minor axis plus or minus 1, 0. ചെയ്തേ. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ചെയ്തു കഴിഞ്ഞോ വിമൻ? √5 √5 അല്ലേ വണിനേക്കാളും വലുത്. പക്ഷെ അതിലൂടെ പ്രസക്തി ഇല്ലല്ലോ. എന്തിനാ അത്? √5ന്റെ വാല്യൂ നോക്കേണ്ടി വരും. അല്ല അതെന്തിനാ ഇവിടെ? ഇവിടെ എയും ബിയും കിട്ടിയല്ലോ. എൻഡ്സ് ഓഫ് മേജർ ആക്സിസ് എന്ന് പറയുന്നത് എപ്പോഴും എ ആയിരിക്കും. √5 ആണ് വലുത്. അല്ല ഞാൻ പറയട്ടെ, √3 എന്ന് പറഞ്ഞാൽ 1.7 അല്ലേ? അപ്പൊ അതിനേക്കാളും വലുതായിരിക്കും. √4 എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ അതിനേക്കാളും വലുതായിരിക്കും. അയ്യോ സത്യം ഞാൻ ഉദ്ദേശിച്ചത് അത്ര അധികമൊന്നും ഇനി എല്ലാം എന്താ കഴിഞ്ഞോ? എന്താ എല്ലാരും ബുക്ക് എടുത്ത് വെക്കണേ? കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് നേരത്തെ ഇല്ല. ഐറൻ മിസ് ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ടോബിയ സാറിനേക്കാൾ കൂടുതൽ എടുക്കില്ല അല്ലടാ. ടോബിയ സാറിന്റെ 12th പോയി കഴിഞ്ഞാൽ ഞങ്ങളവിടെ അടുത്ത ക്ലാസ് മുതൽ നമ്മളും അങ്ങനെ ആയിരിക്കും കേട്ടോ.
നമുക്ക് ബൈ ഡിസംബർ നമുക്ക് പോർഷൻസ് തീർക്കണം. തീരും സുഖമായിട്ട്. ഇനി 2-3 chapter. 2-3 ചാപ്റ്റർ 4 ചാപ്റ്റേഴ്സും കൂടി